ഹലോ ഗൈസ്, എല്ലാവർക്കും കോഡിംഗ് ആശാൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എൻ്റെ പ്രോട്ടോടൈപ്പിൽ എൻ്റെ 10th വീക്കിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 9th വീക്കിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് 10th വീക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ ആരും 9th വീക്കും അതുപോലെ 8th വീക്ക് അല്ലെങ്കിൽ 7th വീക്കൊന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നതെന്നും എങ്ങനെയൊക്കെയാണ് ഈ ഒരു ഇ-കൊമേഴ്സ് പ്രൊജക്റ്റിൻ്റെ പ്ലാനിങ് നടന്നത്, അതേപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു പ്രൊജക്റ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തത്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതുവരെ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോസൊക്കെ പോയി കാണുക. എന്നിട്ട് മാത്രം നിങ്ങൾ ഈ 10th വീക്കിൻ്റെ വീഡിയോസ് കാണാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഒരുപാട് വലിച്ചു നിന്നിട്ടില്ല. നമ്മൾ 9th വീക്ക് പോലത്തെ തന്നെ കറക്റ്റ് ടാസ്കുകൾ, കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ 10th വീക്കിൽ ചെയ്യേണ്ടത്, അങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. ഞാൻ ഈ ഒരു വീഡിയോ ഇടാത്ത കാലത്ത് മുതലും എന്നെ സപ്പോർട്ട് ചെയ്ത്, അതുപോലെ ഈ വീഡിയോസ് വേണം ബ്രോ, കുറേ പേര് മെസ്സേജ് വന്നിരുന്നു, അതുപോലെ കുറേ പേര് കമൻറ്റൊക്കെ ഇട്ടാർ വന്നിരുന്നു. അപ്പോൾ വീഡിയോസ് വേണം ബ്രോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിരുന്നു. അവർക്കൊക്കെ ഒരുപാട് നന്ദി. അപ്പോൾ ഞാൻ എന്തായാലും ഇനി വീഡിയോസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും, ഈ വീക്ക്ലി വീഡിയോസും പ്രോട്ടോടൈപ്പിൽ എൻ്റെ വീക്ക്ലി വീഡിയോസും. അപ്പോൾ ചില പേരെങ്കിലും തെറ്റിദ്ധരിച്ച് കാണും, അതായത് ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് വെറും പ്രോട്ടോടൈപ്പിൻ്റെ കണ്ടൻറ്റ് മാത്രമുള്ള ചാനലായിരിക്കും എന്ന് ചില പേരെങ്കിലും തെറ്റിദ്ധരിച്ച് കാണും. ഒരിക്കലല്ല. ഞാനിപ്പോൾ ഫുൾ ടൈം പ്രോട്ടോടൈപ്പിലായതുകൊണ്ട് അത് എൻ്റെ ഒരു പ്രോഗ്രാമിംഗ് ജേണി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുമായി അപ്ഡേറ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു പോകെയുള്ള ജേണി മൊത്തം ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ 9th വീക്കിലത്തെ ടാസ്ക് ഞാൻ ചെറുതായിട്ടൊന്ന് ഓർമ്മിപ്പിച്ച് പോവാണ് നിങ്ങളെ. അപ്പോൾ 9th വീക്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു? യൂസർ പ്രൊഫൈൽ മാനേജ്മെൻറ്റ് ചെയ്തു, അഡ്രസ് മാനേജ്മെൻറ്റ് ചെയ്തു, അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി വെച്ച് നമ്മൾ പർച്ചേസ് ചെയ്തു. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. അതുപോലെ അഡ്മിൻ സൈഡിലാണെങ്കിൽ ഈ പർച്ചേസ് ചെയ്ത പ്രൊഡക്റ്റിനെ അഡ്മിനെ മാനേജ് ചെയ്യാൻ കഴിയണം. അതായത് അഡ്മിൻ്റെ സ്റ്റാറ്റസ്, അതായത് പ്രൊഡക്റ്റിൻ്റെ ഓർഡറിൻ്റെ സ്റ്റാറ്റസുകൾ ചേഞ്ച് ചെയ്യാൻ അഡ്മിന് സാധിക്കണം. അപ്പോൾ നമ്മൾ എവിടെയാണോ നിർത്തി വെച്ചത് അതിൻ്റെ ബാക്കിയായിട്ടാണ് നമ്മൾ ഈ ഒരു 10th വീക്ക് തുടങ്ങുന്നത്. അതായത് കറക്റ്റ് കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് നമ്മൾ വെറും ക്യാഷ് ഓൺ ഡെലിവറി വെച്ചുള്ള പർച്ചേസ് മാത്രമായിരുന്നു ഈ ഒരു 9th വീക്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 10th വീക്കിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? വാലറ്റ് പർച്ചേസും വേണം, അതുപോലെ റാസർ പേ അല്ലെങ്കിൽ പേപ്പാലോ റാസർ പേ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ പർച്ചേസ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കൊന്ന് വരിക്കായിട്ട് പറഞ്ഞു പോകാം. അപ്പോൾ വാലറ്റ് പർച്ചേസിന് നിങ്ങൾ എന്ത് ചെയ്യണം? വാലറ്റ് ഒരു യൂസർക്ക് വാലറ്റ് ഉണ്ടാക്കി കൊടുക്കണം. അതായത് നിങ്ങൾ അപ്പോൾ അതിന് നിങ്ങൾ സ്പെസിഫൈ ആയിട്ട് ഒരു വാലറ്റ് സ്കീമായി ഒരു യൂസർക്ക് ഉണ്ടാക്കി കൊടുക്കണം. ആ വാലറ്റിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ സാധിക്കണം? ആ യൂസർക്ക് ലഭിക്കുന്ന മണി, അതായത് വാലറ്റ് ട്രാൻസാക്ഷൻസ് മൊത്തം കാണാൻ സാധിക്കണം. ഇപ്പോൾ യൂസർ ഇപ്പോൾ ഒരു പർച്ചേസ് ചെയ്യുകയാണ്, വാലറ്റ് മുഖാന്തരം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ പർച്ചേസിൻ്റെ ട്രാൻസാക്ഷൻ കാണണം. ഇനി വാലറ്റിക്ക് മണി ആഡ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ആ മണി ആഡ് ചെയ്യുന്നത് ഞാൻ റാസർ പേ വഴിയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ റാസർ പേ വേണം നിങ്ങൾ ആദ്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ റാസർ പേ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം? അപ്പോൾ റാസർ പേ ഒറിജിനൽ വേണം. നിങ്ങൾക്ക് ടെസ്റ്റ് മോഡ് പറഞ്ഞൊരു മോഡുണ്ട് റാസർ പേയിൽ. ഞാൻ റാസർ പേ ആണ് ചെയ്തത്, അതുകൊണ്ടാണ് ഞാൻ റാസർ പേനെ കുറിച്ച് മാത്രം പറയുന്നത്. ഇതിൽ പേപ്പാലൊക്കെ പറയുന്നുണ്ട്, അപ്പോൾ ഞാൻ അതൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഒരു റാസർ പേ മാത്രമേ ചെയ്തിട്ടുള്ളൂ. വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ x.razorpay.com എന്ന് പറയുന്നൊരു സൈറ്റുണ്ട്. റാസർ പേയുടെ ടെസ്റ്റ് മോഡ് ഒക്കെ കിട്ടുന്നൊരു സൈറ്റാണ്. ആ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ മൊബൈൽ നമ്പറും OTP ഒക്കെ അടിച്ചിട്ട് ആ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക. അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണും. അപ്പോൾ നിങ്ങൾ അതിൽ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് പോവുക. അതിൽ ഡെവലപ്പർ മോഡ് അല്ലെങ്കിൽ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഞാൻ ഓൾറെഡി യൂസർ ആണെങ്കിൽ റീജനറേറ്റ് കീ എന്ന് കാണും, അല്ലെങ്കിൽ ജനറേറ്റ് എ സീക്രട്ട് കീ, അല്ലെങ്കിൽ ജനറേറ്റ് API കീ, അല്ലെങ്കിൽ ജനറേറ്റ് API സീക്രട്ട് കോഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാൻ സാധിക്കും. നിങ്ങൾ അവിടെ നിൽക്കിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു സീക്രട്ട് ഐഡിയും ഒരു API കോഡും അല്ലെങ്കിൽ ഒരു സീക്രട്ട് ഐഡിയും കിട്ടും. അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ റാസർ പേ ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് നമുക്ക് ഈ ഒരു 10th വീക്കിൽ യൂസർ സൈഡിലുള്ള ടാസ്കുകൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കണം. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗേറ്റ് വേ എന്ന് പറയുന്നത് റാസർ പേ ആയിരുന്നു. അപ്പോൾ റാസർ പേ എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ വാലറ്റ് ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കണം. അപ്പോൾ വാലറ്റ് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ വാലറ്റിലോട്ട് മണി ആഡ് ചെയ്യുന്നത് റാസർ പേ വഴി ആവണം. നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത പർച്ചേസിന് നമ്മൾ സെറ്റ് ചെയ്ത റാസർ പേ എങ്ങനെയാണോ അതുപോലെ തന്നെ നിങ്ങൾക്ക് വാലറ്റിലോട്ട് മണി ആഡ് ചെയ്യലും റാസർ പേ വഴി സെറ്റ് ചെയ്യാം. പിന്നെ വാലറ്റിലോട്ട് മണി കിട്ടുന്നത് നിങ്ങൾ ഓർഡർ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ വഴിയൂടെയാണ്. അതായത് ഒരു യൂസർ ഒരു ഓർഡർ ക്യാൻസൽ ആക്കി കഴിഞ്ഞാൽ, അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ക്യാൻസൽ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ വാലറ്റിലോട്ട് മണി റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമില്ല. പകരം ഇപ്പോൾ ആ യൂസർ ഓൺലൈൻ ട്രാൻസാക്ഷൻ വഴിയോ അല്ലെങ്കിൽ വാലറ്റ് ട്രാൻസാക്ഷൻ വഴിയോ പർച്ചേസ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ആ യൂസർ ആ പ്രൊഡക്റ്റ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മണി നേരെ എവിടെയോട്ട് വരണം? ആ യൂസറിൻ്റെ വാലറ്റിലോട്ട് ക്രെഡിറ്റ് ആവണം, റീഫണ്ട് ആവണം. സോ അങ്ങനെ ഒരു സിസ്റ്റം നിങ്ങൾ ചെയ്ത് വെക്കണം. അപ്പോൾ ആ വാലറ്റിലോട്ട് ക്രെഡിറ്റ് ആയ മണി വെച്ച് നിങ്ങൾക്ക് വീണ്ടും പർച്ചേസ് ചെയ്യാൻ സാധിക്കണം. അങ്ങനെയൊക്കെ നിങ്ങൾ വാലറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ റീഫണ്ട് എവിടെ ക്രെഡിറ്റ് ആണോ വാലറ്റിലോട്ട് ക്രെഡിറ്റ് ആവണം. അതുപോലെ യൂസറിൻ്റെ പ്രൊഡക്റ്റ് ഇപ്പോൾ ഡെലിവേർഡ് ആയി കഴിഞ്ഞാൽ, അതുവരെ നമ്മൾ നിർത്തിയിരിക്കുകയായിരുന്നു 9th വീക്കിൽ. ഇപ്പോൾ യൂസറിൻ്റെ പ്രൊഡക്റ്റ് ഡെലിവേർഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? യൂസർക്ക് റിട്ടേൺ ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ യൂസർക്ക് റിട്ടേൺ ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ യൂസർക്ക് ഈ റിട്ടേൺ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, യൂസർക്ക് റിട്ടേൺ ഓപ്ഷൻ കൊടുക്കുമ്പോൾ യൂസർക്ക് റിട്ടേണിൻ്റെ കാരണം എന്താണ്, ആ കാരണത്തിൻ്റെ സബ്ജക്റ്റ് എന്താണ്, ആ കാരണത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ എങ്ങനെയൊക്കെയാണ്, ഇനിയിപ്പോൾ വല്ല ഇമേജ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇമേജ്,
ഒരു റിട്ടേൺ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ യൂസർ സൈഡിൽ നിന്ന് അഡ്മിൻ സൈഡിലോട്ട് പോകണം. എന്നിട്ട് ഈ ഒരു റിട്ടേൺ റിക്വസ്റ്റ് എന്ത് ചെയ്യണം, അഡ്മിൻ സൈഡിൽ ആ അഡ്മിൻ്റെ ഓർഡർ ഡീറ്റെയിൽസ് പോയാൽ അഡ്മിന് ആ ഓർഡർ ഡീറ്റെയിൽസിൽ കാണാൻ സാധിക്കണം യൂസർ എന്തൊക്കെ കാരണം കൊണ്ടാണ് റിട്ടേൺ ചെയ്തത്, ഏത് പ്രൊഡക്റ്റാണ് റിട്ടേൺ ചെയ്തതെന്നൊക്കെ കാണാൻ സാധിക്കണം. എന്നിട്ട് അഡ്മിൻ സൈഡിൽ അവിടുന്ന് ഡിസൈഡ് ചെയ്യുക ഈ റിട്ടേൺ അപ്രൂവ് ചെയ്യണോ ഈ റിട്ടേൺ റിജക്റ്റ് ചെയ്യണോ എന്ന് അഡ്മിൻ അവിടുന്ന് ഡിസൈഡ് ചെയ്യാം. ഇപ്പോൾ ഈ റിട്ടേൺ റിക്വസ്റ്റ് അഡ്മിൻ അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ യൂസർ സൈഡിൽ എന്ത് ചെയ്യും, റിട്ടേണിംഗ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് കാണാൻ സാധിക്കും. അങ്ങനെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അഡ്മിന് പിന്നെ അത് എഡിറ്റ് ചെയ്യുക, ഈ ഒരു റിട്ടേൺ സ്റ്റാറ്റസ് എഡിറ്റ് ചെയ്യാം. അഡ്മിൻ ഇപ്പോൾ റിട്ടേൺ ആയി കഴിഞ്ഞാൽ റിട്ടേൺഡ് എന്ന് പറയുന്ന സ്റ്റാറ്റസ് ഉണ്ട്. അപ്പോൾ ഞാൻ റിട്ടേൺഡ് സ്റ്റാറ്റസ് ആയി കഴിഞ്ഞാൽ ഈ യൂസർ ഓൺലൈൻ പേയ്മെൻറ്റ് അല്ലെങ്കിൽ വാലറ്റ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ഒക്കെ വെച്ച് പർച്ചേസ് ചെയ്തിട്ടാണെങ്കിൽ കൂടിയും ഈ ഡെലിവേർഡ് ആയി കഴിഞ്ഞ് റിട്ടേൺ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഈ വാലറ്റിലോട്ട്, അതായത് യൂസറുടെ വാലറ്റിലോട്ട് ഈ മണി റീഫണ്ട് ആവണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഈ ഒരു വാലറ്റിൻ്റെ റീഫണ്ട് പ്രോസസ്സ് നടക്കേണ്ടത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ അഡ്മിൻ എന്തുകൂടി കഴിയണം, റിട്ടേൺ റിജക്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടി അഡ്മിന് വേണം. അപ്പോൾ റിജക്റ്റ് ചെയ്യുമ്പോൾ ഒരു കാരണം കൂടി പാസ് ചെയ്യണം. അതായത് റിട്ടേൺ റിജക്റ്റ് ചെയ്യണതിൻ്റെ റീസൺ യൂസർ സൈഡിലോട്ട് പാസ് ചെയ്യണം. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും അഡ്മിൻ്റെ എന്തെങ്കിലും റീസൺ കൊടുക്കുക, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് യൂസർ സൈഡിൽ ഷോ ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഓർഡർ സൈഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതായത് ഓർഡർ ചെയ്യുമ്പോൾ റാസർ പേ ഓൺലൈൻ ട്രാൻസാക്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, വാലറ്റ് ട്രാൻസാക്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഓർഡർ ക്യാൻസൽ ആക്കുകയാണ്, അതായത് ഓൺലൈൻ ട്രാൻസാക്ഷൻ മുഖാന്തരവും വാലറ്റ് ട്രാൻസാക്ഷൻ മുഖാന്തരം ക്യാൻസൽ ആക്കുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ മണി റീഫണ്ട് ചെയ്യണം, എടുക്കുക വാലറ്റിലോട്ട് റീഫണ്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇനി ഓർഡർ ഡെലിവേർഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓർഡർ റിട്ടേൺ ചെയ്യുമ്പോൾ അഡ്മിൻ സൈഡിൽ റിട്ടേൺ റിജക്റ്റ് ചെയ്യാനും അപ്രൂവ് ചെയ്യാനും ഓപ്ഷനും കാണണം. ഇനി അഥവാ അഡ്മിൻ അപ്രൂവ് ആയി കഴിഞ്ഞ് ആ ഓർഡർ സ്റ്റാറ്റസ് റിട്ടേൺ ആയി കഴിഞ്ഞാൽ ആ മണി കൂടി എന്ത് വരും, ആ പൈസ കൂടി എന്ത് വരണം, വാലറ്റിലോട്ട് റീഫണ്ട് ആയി വരണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ യൂസർ സൈഡിൽ ഓർഡർ മാനേജ്മെൻറ്റ്, അഡ്മിൻ സൈഡിൽ ഓർഡർ മാനേജ്മെൻറ്റിനെ കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി ഇൻവോയ്സ്, ചിലരുടെ ടാസ്കിൽ ഇൻവോയ്സ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ടാസ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഓർഡർ പ്ലേസ് ആയി കഴിഞ്ഞ് ഓർഡർ ഡെലിവേർഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇൻവോയ്സ് ഡൗൺലോഡ് ചെയ്യാനൊരു ബട്ടൺ കൊടുക്കുക. അത് മുഖാന്തരം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻവോയ്സ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. നമ്മൾ സാധാരണ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു ബില്ല്, ആ പ്രൊഡക്റ്റിൻ്റെ ഓർഡർ ഡീറ്റെയിൽസിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു യൂസർ സൈഡിൽ ഉണ്ടായിരുന്നത്. പിന്നെ യൂസർ സൈഡിൽ നമ്മൾ കഴിഞ്ഞ വീക്കിൽ കാർട്ട് ചെയ്തിരുന്നു. അതായത് 9th വീക്കിൽ കാർട്ടിനെ കുറിച്ച് പറഞ്ഞിരുന്നു. കാർട്ടിൽ പർച്ചേസ് ചെയ്യാൻ കഴിയണം, കാർട്ടിലോട്ട് ആഡ് ചെയ്യാൻ കഴിയണം, റിമൂവ് ചെയ്യാൻ കഴിയണം. അതുപോലെ തന്നെ നിങ്ങൾ വിഷ് ലിസ്റ്റും ഉണ്ടാക്കണം. ഈ ഒരു വീക്കിൽ വിഷ് ലിസ്റ്റിൻ്റെ ടാസ്ക്കുകളുണ്ട്. വിഷ് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യാൻ കഴിയണം. ആൾറെഡി ആഡ് ചെയ്തതാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാൻ ശ്രമിക്കും. ഓൾറെഡി ഇൻ ദ വിഷ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് യൂസർക്ക് പാസ് ചെയ്ത് കൊടുക്കണം. ഇനി പിന്നെ വിഷ് ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യാൻ കഴിയണം. അതുപോലെ തന്നെ വിഷ് ലിസ്റ്റിൽ ഒരു ഓപ്ഷൻ വേണം, കാർട്ടിലോട്ട് ആഡ് ചെയ്യാനൊരു ഓപ്ഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, ഇനി നമ്മൾ അഡ്മിൻ സൈഡിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ അഡ്മിൻ സൈഡിൽ ഓർഡർ മാനേജ്മെൻറ്റിനെ കുറിച്ച് ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി പിന്നെ അഡ്മിൻ സൈഡിൽ ഈ ഒരു വീക്കിൽ കിട്ടിയ ടാസ്ക്കാണ് കൂപ്പൺ മാനേജ്മെൻറ്റ്. അതെ, അഡ്മിന് പുതിയ കൂപ്പൺസ് ആഡ് ചെയ്യാൻ സാധിക്കണം, ആ കൂപ്പൺ എഡിറ്റ് ചെയ്യാൻ സാധിക്കണം, അതുപോലെ തന്നെ ആ കൂപ്പൺ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കണം. ഈ കൂപ്പൺസ് എല്ലാം യൂസർ സൈഡിൽ ലിസ്റ്റ് ചെയ്യിപ്പിക്കുകയും വേണം. അപ്പോൾ ഈ കൂപ്പൺസിന് ഡിസ്കൗണ്ടഡ് പ്രൈസ് വെച്ച് ഈ യൂസർക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കണം. ഇപ്പോൾ ഒരു 1000 റുപ്പീസിൻ്റെ കൂപ്പണാണെന്ന് കൂട്ടിക്കോളിയും. അതുപോലെ തന്നെ 10,000 റുപ്പീസാണ് മിനിമം പർച്ചേസ് എങ്കിൽ ഈ യൂസർ 10,000 റുപ്പീസിന് മിനിമം പർച്ചേസ് നടത്തുമ്പോൾ ഈ യൂസർക്ക് ഈ ഒരു 1000 റുപ്പീസിൻ്റെ കൂപ്പൺ അപ്ലൈ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ അപ്ലൈ ചെയ്ത് സാധിച്ചാൽ ഇപ്പോൾ ഒരു 11,000 റുപ്പീസിൻ്റെ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഈ 1000 റുപ്പീസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 10,000 റുപ്പീസ് ആവും. അത് വെച്ച് പർച്ചേസ് ചെയ്യാൻ സാധിക്കണം. ഇനിയിപ്പോൾ യൂസർക്ക് ഈ കൂപ്പൺസിനൊക്കെ ലിസ്റ്റ് ചെയ്യിപ്പിക്കാൻ ഒരു പേജ് വേണം. അതുപോലെ തന്നെ ഈ യൂസർ ആൾറെഡി യൂസ്ഡ് ആയ ഒരു കൂപ്പൺ ആൾറെഡി യൂസിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കൂപ്പൺ വെച്ച് പിന്നെ യൂസർക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കരുത്. അല്ലെങ്കിൽ ലിമിറ്റ് വെച്ച് കൊടുക്കണം കൂപ്പൺ. ഇപ്പോൾ 2-3 നിങ്ങൾ ഈ കൂപ്പൺ ലിമിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അത്ര ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ യൂസർക്ക് ആ കൂപ്പൺ യൂസ് ചെയ്യാൻ സാധിക്കരുത്. അതുപോലെ തന്നെ ആ കൂപ്പണിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാലും പിന്നെ ആ യൂസർക്ക് കൂപ്പൺ യൂസ് ചെയ്യാൻ സാധിക്കരുത്. അപ്പോൾ അതൊക്കെ എങ്ങനെയൊക്കെ ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ ഇവിടെ പാസ് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ 9th വീക്കിൻ്റെ 8th വീക്കിൻ്റെ വീഡിയോസൊക്കെ ഇവിടെ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെയൊക്കെ കൊടുക്കാം. നിങ്ങൾ അവിടെയൊക്കെ പോയി ചെക്കൗട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് അഡ്മിൻ സൈഡിൽ കൂപ്പൺ മാനേജ്മെൻറ്റ്, അതുപോലെ യൂസർ സൈഡിൽ കൂപ്പൺ മാനേജ്മെൻറ്റ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ചെക്കൗട്ട് പേജിൽ നിങ്ങൾ കൂപ്പൺ കൊടുക്കാല്ല, കൂപ്പൺ അപ്ലൈ ചെയ്യാനൊരു ഓപ്ഷൻ വേണം. അതുപോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ കൂപ്പണിൻ്റെ ഡിസ്കൗണ്ട് ടോട്ടൽ പ്രൈസിൽ നിന്ന് ഡിഡക്റ്റ് ആവണം. എന്നിട്ട് വേണം യൂസറിന് പ്ലേസ് ഓർഡർ വെക്കാൻ, പർച്ചേസ് ചെയ്യാൻ, ഏതൊരു ഓൺലൈൻ പേയ്മെൻറ്റ് ആണെങ്കിലും വാലറ്റ് പേയ്മെൻറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിലും. ഇനിയിപ്പോൾ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ യൂസർ കൂപ്പൺ വെച്ച് പർച്ചേസ് ചെയ്തിട്ട് ആ പർച്ചേസാണ് യൂസർ ക്യാൻസൽ ആക്കുന്നത് അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൂപ്പണിൻ്റെ പ്രൈസ് ഡിഡക്റ്റ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, വാലറ്റിലോട്ട് ആ റീഫണ്ട് എമൗണ്ട് കയറാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു യൂസർ ഇപ്പോൾ മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ക്യാർട്ടിലോട്ട് ആഡ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ആണ് ഓർഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ കൂപ്പൺ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഈ മൾട്ടിപ്പിൾ പ്രൊഡക്ട്സിൻ്റെ റേഷ്യോക്ക് അനുസരിച്ച് നിങ്ങൾ കൂപ്പണിൻ്റെ പ്രൈസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനുള്ള ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷനൊക്കെ നിങ്ങൾ എഫക്റ്റീവ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കുന്നതായിരിക്കും അതിൻ്റെ ഒരു ഉത്തമമായിട്ടുള്ള കാര്യം. ഓക്കെ, ഇനി അഡ്മിൻ സൈഡിൽ അടുത്തതായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ടാസ്ക് ആയിരുന്നു സെയിൽസ് റിപ്പോർട്ട് തയ്യാറാക്കുക. അപ്പോൾ ഇത് ലാസ്റ്റ് ടാസ്ക്കാണ് സെയിൽസ് റിപ്പോർട്ട് തയ്യാറാക്കുക.
അപ്പോൾ സെയിൽസ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോഴുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് സെയിൽസ് റിപ്പോർട്ടിൽ മന്ത്ലി, അതുപോലെ തന്നെ വീക്കിലി, അതുപോലെ തന്നെ ഇയർലി, ഈ 3 കാര്യങ്ങൾ സെയിൽസ് റിപ്പോർട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കണം. സെയിൽസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഒരു ഓർഡർ പ്ലേസ് ചെയ്തു, ഒരു യൂസർ ഓർഡർ പ്ലേസ് ചെയ്തിട്ട് ആ യൂസർക്ക് ഡെലിവേർഡ് ആയി കഴിഞ്ഞാൽ എത്ര യൂസർക്ക് ഡെലിവേർഡ് ആയി കഴിഞ്ഞു, എത്ര ഇൻകം റവന്യൂ അല്ലെങ്കിൽ എത്ര റവന്യൂ ജനറേറ്റ് ചെയ്തു, എത്ര ഓർഡർ പ്ലേസ് ആയി, എത്ര ഓർഡർ ഡെലിവേർഡ് ആയി, എത്രയൊക്കെ ഡിസ്കൗണ്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്, എത്ര കൂപ്പൺ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ ഒക്കെ മൊത്തത്തിൻ്റെ ഒരു സെയിൽസിൻ്റെ മൊത്തം റിപ്പോർട്ട് ആണ് ഈ ഒരു സെയിൽസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് എല്ലാ ഇയർലി വൈസും മന്ത്ലി വൈസും വീക്ക്ലി വൈസും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു PDF രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കണം. PDF അല്ലെങ്കിൽ എക്സൽ ഷീറ്റോ ഏതെങ്കിലുമൊക്കെ എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ അത് ഏതെങ്കിലും മുഖാന്തരം ഡൗൺലോഡ് ചെയ്യാനൊരു ഓപ്ഷൻ അവിടെ നിങ്ങൾ വെച്ച് കൊടുക്കണം സെയിൽസ് റിപ്പോർട്ടിൽ. പിന്നെ കസ്റ്റം ഡേറ്റ് മുതലുള്ളത് നിങ്ങൾക്ക് അതിൻ്റെ സെയിൽസ് റിപ്പോർട്ടും കസ്റ്റം ഡേറ്റിൻ്റെ സെയിൽസ് റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും അങ്ങനത്തെ ഒക്കെ വെച്ച് കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഞാൻ എങ്ങനെയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്നുള്ളത് നമ്മളുടെ വീഡിയോ രൂപത്തിൽ പാസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എന്തുള്ളത് 10th വീക്കിലെ ടാസ്കുകളായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ ചെയ്തു, നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ വെബ്സൈറ്റിൻ്റെ പ്രോട്ടോടൈപ്പ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ എൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക്, ഞാൻ ഒഫീഷ്യൽ ലിങ്ക്, അതായത് എൻ്റെ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹോസ്റ്റ് ചെയ്ത വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പോയി എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്ന് ചെക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് PCmonarch.shop എന്നാണ് സൈറ്റിൻ്റെ പേര്, ഞാൻ ഇവിടെയും കൊടുക്കുക, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് നോക്കാം, ഓൺലൈൻ പേയ്മെൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്ത് നോക്കാം, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പർച്ചേസ് നടക്കുന്നത്, റിട്ടേൺ ചെയ്ത് നോക്കാം, എങ്ങനെയൊക്കെയാണ് ചെയ്ത് നടക്കുന്നത്, അതുപോലെ തന്നെ കൂപ്പൺ അപ്ലിക്കേഷനൊക്കെ എങ്ങനെയൊക്കെ നടക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ ടെലഗ്രാം ചാനൽ ഇതുവരെ ആരും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യണം. ടെലഗ്രാം ഗ്രൂപ്പാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിന് പ്രത്യേകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും അവരവരുടെ ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ടാണുള്ളത് ആ ഗ്രൂപ്പിൽ ചോദിക്കാം. അതുപോലെ മറ്റുള്ളവരും അവരുടെ ഡൗട്ട് ഇടും. നിങ്ങൾക്ക് അറിയുന്ന ഡൗട്ടാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ക്ലിയർ ചെയ്യുക, അവർക്ക് അറിയുന്ന ഡൗട്ടാണെങ്കിൽ അവർ ഇങ്ങോട്ട് ക്ലിയർ ചെയ്യും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലിയർ ചെയ്ത് ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മാറുക. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഓഫ് കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി നിൽക്കുക. അപ്പോൾ താങ്ക് യു.